ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസൻസ് അണ്ടർ ലോ ഓഫ് ടോർട്ട്സ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ന്യൂറെ എന്നുള്ള ഫ്രഞ്ച് ടേമിൽ നിന്നാണ് ഈ ന്യൂസൻസ് എന്നുള്ള വാക്ക് ഉദ്ഭവിച്ചിട്ടുള്ളത്. ന്യൂസൻസ് എന്നുള്ള വാക്കിന്റെ സിമ്പിൾ ടേം എന്താണെന്ന് വെച്ചാൽ ടു ഹേർട്ട് ഓർ ടു അനോയ്, ഒരു വ്യക്തിയെ വേദനിപ്പിക്കുക അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ശല്യം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ന്യൂസൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂസൻസ് എന്നുള്ള വാക്കിന് നമുക്ക് ഒരു കറക്റ്റ് ഡെഫിനിഷൻ അതല്ലെങ്കിൽ ഒരു പ്രിസൈസ് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും അദ്ദേഹം ഈ ഒരു വാക്കിനെ എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ it may be described as unlawful interference with a person's use or enjoyment of land or of some right over or in connection with it. So അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ന്യൂസൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഭൂമിയുടെ മുകളിൽ അവകാശമുള്ള ഒരു വ്യക്തി ഉണ്ടാകും, അതല്ലെങ്കിൽ ആ ഒരു ഭൂമി എൻജോയ് ചെയ്യാൻ ഉള്ള, അതായത് ആ ഭൂമിയുടെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ അർഹതയുള്ള ഒരാളുണ്ടാവും. സോ ആ ഒരു പെർട്ടിക്കുലർ റൈറ്റിലോട്ടോ അതല്ലെങ്കിൽ അയാളുടെ ആ ഒരു എൻജോയ് ചെയ്യാനുള്ള ആ റൈറ്റിലോട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് അവകാശമുള്ള സാധനത്തിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിയമവിരുദ്ധമായിട്ട് ഇടപെടുന്നതിനെയാണ് ഈ ന്യൂസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വിൻഫീൽഡ് പറഞ്ഞിട്ടുള്ളത്. സോ അതായത് ഒരു വ്യക്തിയുടെ ഭൂമിയുടെ ഉപയോഗത്തിലോ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഭൂമിയുടെ മുകളിൽ ആസ്വാദനത്തിനുള്ള റൈറ്റിന്റെ മുകളിലോ അതല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അവകാശത്തിന്റെ മുകളിലോ ഏതെങ്കിലും ഒരു വ്യക്തി നിയമവിരുദ്ധമായിട്ട്, അതായത് അനാവശ്യമായിട്ട് ഇടപെടുന്നതിന് അതല്ലെങ്കിൽ ഇടയിൽ കയറി വരുന്നതിനെയാണ് ഈ ന്യൂസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വിൻഫീൽഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. So we can define nuisance under tort as an act which gives rise to unlawful, unwarranted or unreasonable annoyance or discomfort to the plaintiff and which results in damage to the property of the plaintiff or interfere with his use and enjoyment of his land. So നമ്മുടെ പരാതിക്കാരന് അയാളുടെ റൈറ്റിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിയമവിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ അനാവശ്യമായിട്ടോ ഉള്ള അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടാക്കുന്നതിനെ ആണ് നമ്മൾ ഈ ന്യൂസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സിംപ്ലി നമുക്ക് പറയാൻ പറ്റുക. ന്യൂസൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, പബ്ലിക് ന്യൂസൻസും അതുപോലെ തന്നെ പ്രൈവറ്റ് ന്യൂസൻസും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പബ്ലിക് ന്യൂസൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പബ്ലിക് ന്യൂസൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ the acts which seriously interfere with the health, safety, comfort or convenience of the public generally or which tend to degrade public morals have always been considered as public nuisance. പബ്ലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പൊതുവായിട്ടുള്ളത് എന്നുള്ളതാണ്, അതല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്നുള്ളതിനെയാണ് ഈ പബ്ലിക് എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ പൊതുജനങ്ങളുടെ ആരോഗ്യം അതല്ലെങ്കിൽ സുരക്ഷ അതല്ലെങ്കിൽ അവരുടെ സുഖത്തിനെ അതല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനെയൊക്കെ ഗുരുതരമായിട്ട് തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൊതു ധാർമ്മികത ഉണ്ടാവുമല്ലോ, അതായത് പബ്ലിക് മൊറാലിറ്റി, അതിനെയൊക്കെ തരം താഴ്ത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ നമ്മൾ ഒരു പബ്ലിക് ന്യൂസൻസ് അതല്ലെങ്കിൽ പൊതുശല്യമായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയാം, ഒരു പബ്ലിക്കിന് അതായത് പൊതുജനങ്ങളുടെ ഒന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ശല്യത്തിനെയാണ് നമ്മൾ പൊതുശല്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പബ്ലിക്കിനെ ഒന്നാകെ അവരുടെ ഹെൽത്ത്, സേഫ്റ്റി, കംഫർട്ട്, കൺവീനിയൻസ് അതല്ലെങ്കിൽ പബ്ലിക് മൊറാലിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്റ്റുകളെയാണ് നമ്മൾ പബ്ലിക് ന്യൂസൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Simply speaking, a public nuisance is an act affecting the public at large. So ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പൊതുജനങ്ങളിലെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ശല്യമാണ് പബ്ലിക് ന്യൂസൻസ് ഓർ സം കൺസിഡറബിൾ പോർഷൻ ഓഫ് ഇറ്റ്. അതല്ലെങ്കിൽ പൊതുജനങ്ങളെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു 100% ഓഫ് പേഴ്സൺസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 80% ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കാം ചിലപ്പോൾ ഈ ശല്യം അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതും പബ്ലിക് ന്യൂസൻസ് തന്നെയാണ്. ആൻഡ് ഇറ്റ് മസ്റ്റ് ഇന്റർഫിയർ വിത്ത് റൈറ്റ്സ് വിച്ച് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി മൈറ്റ് അതർവൈസ് എൻജോയ്. ആൻഡ് ഈ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടേണ്ട ഒരു കാര്യം എന്താണ്? ജനറൽ പബ്ലിക്കിന്റെ, അതായത് ജനറൽ പീപ്പിൾ, അതായത് പബ്ലിക് ആയിട്ടുള്ള ജനങ്ങളുടെ റൈറ്റ്സ് ആയിരിക്കണം ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതായത് ഇതുപോലെ ശല്യം റിസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ട് അവിടെ നടന്നിട്ടില്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് അവർ സാധാരണ രീതിയിൽ എൻജോയ് ചെയ്യുമായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരു ശല്യം ഉണ്ടാക്കുന്ന പ്രവൃത്തി നമ്മുടെ ഡിഫൻഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ പബ്ലിക്കിന്റെ ഈ റൈറ്റ്, അതായത് പബ്ലിക്കിന് മൊത്തത്തിലുള്ള ഈ ഒരു റൈറ്റ് അവിടെ ഹിൻഡർ ചെയ്യപ്പെടുകയാണ്. അതായത് അവരുടെ റൈറ്റ് ഓഫ് എൻജോയ്മെന്റിൽ അവിടെ ഒരു തടസ്സം വരികയാണ്. സോ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളെ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്ന ശല്യമാണ്. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് പബ്ലിക് ന്യൂസൻസ് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ മസ്റ്റ് ഹാവ് ഡൺ ആൻ ആക്ട് ഓർ ആൻ ഇല്ലീഗൽ ഒമിഷൻ. ആദ്യത്തെ കണ്ടീഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ട് ചെയ്തിട്ടുണ്ടാവണം, അതല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി അയാൾ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടാവണം. സോ ഒന്നെങ്കിൽ അവിടെ ഒരു ആക്ട് നടന്നിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ഒമിഷൻ നടന്നിട്ടുണ്ടായിരിക്കണം. ഇല്ലീഗൽ ഒമിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്, ബട്ട് അയാൾ ആ കാര്യം ചെയ്യാണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് such an act or omission must cause any common injury, danger or annoyance to the public or to the people in general who dwell or occupy the property in the vicinity. And അത്തരം ഒരു പ്രവൃത്തി അതല്ലെങ്കിൽ അത്തരം ഒരു ആ ഇല്ലീഗൽ ഒമിഷൻ കാരണം അവിടുത്തെ സമീപവാസികൾക്ക്, അതായത് ഒന്നെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ കൈവശം വയ്ക്കാൻ അവകാശമുള്ള വ്യക്തികളായിരിക്കാം. ഇവർക്ക് എന്തുണ്ടായിട്ടുണ്ടായിരിക്കണം? പരിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപകടമോ അതല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും രീതിയിലുള്ള ശല്യമോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ ഒരു പെർട്ടിക്കുലർ ആക്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ ഒമിഷൻ കാരണം അവിടുത്തെ സമീപവാസികൾക്കോ അതല്ലെങ്കിൽ അവിടുത്തെ പൊതുജനങ്ങൾക്കോ അതല്ലെങ്കിൽ ആ ഒരു സ്ഥലം കൈവശം വെക്കാൻ അവകാശമുള്ള വ്യക്തികൾക്കോ ഏതെങ്കിലും രീതിയിലുള്ള ശല്യമോ അതല്ലെങ്കിൽ അപകടമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ഈ രണ്ട് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ പബ്ലിക് ന്യൂസൻസ് നടന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കേസ് ലോ നോക്കാം. സൊലാറ്റോ വേഴ്സസ് ഡി ഹെൽത്ത്. ഈ കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു റോമൻ കാത്തോലിക് ചാപ്പൽ ഉണ്ടായിരുന്നു. അതായത് ചാപ്പൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തീയ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു ചെറിയ റൂം. ചിലപ്പോൾ അതൊരു സ്കൂളിൽ മാറ്റിവെക്കുന്ന സ്ഥലമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ക്രിസ്തീയ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ റൂമിനെയാണ് ഈ ചാപ്പൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ചാപ്പലിന്റെ അടുത്തായിരുന്നു നമ്മുടെ പ്ലെയിൻറ്റിഫ് വീട് വെച്ചിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡിഫൻഡന്റ് ആയിരുന്നു ആ ഒരു ചാപ്പലിലെ പുരോഹിതൻ, അതല്ലെങ്കിൽ പ്രീസ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത്. ആൻഡ് എന്താണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ ചാപ്പലില് പള്ളിമണി അടിക്കുമായിരുന്നു. അതായത് മണി അടിക്കുമായിരുന്നു ഓരോ മണിക്കൂറിന്റെ ഇടവേളകളിലും. അത് രാവിലെ എന്നില്ല രാത്രി എന്നില്ല, എപ്പോഴും ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ ചാപ്പലിൽ മണിയടി മുഴങ്ങുമായിരുന്നു. ആൻഡ് ഈ കേസിൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും രാത്രിയോ പകലോ ഇല്ലാണ്ട് ഈ ഓരോ മണിക്കൂർ കൂടുമ്പോഴും മണിയടിക്കുക എന്ന് പറയുന്നത് ഒരു പബ്ലിക് ന്യൂസൻസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലെയിൻറ്റിഫിന് അനുകൂലമായിട്ട് കോടതി എന്ത് ചെയ്തു? ഇൻജങ്ഷൻ ഓർഡർ പാസ്സാക്കി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.